നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്വാമി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്താ നിരഞ്ജന്റെ അഭിപ്രായം? അല്ല സർ, സ്വാമി എന്ത് പറഞ്ഞു? സ്വാമിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് പോലീസ് കേസ് വേണ്ടെന്നാ സ്വാമിയുടെ അഭിപ്രായം. അതെന്താ, സ്വാമിക്ക് പോലീസിനെ പേടിയാണോ? കള്ളന്മാര് പോലീസിനെ പേടിക്കണല്ലോ. കാഞ്ചന്റെ രഹസ്യം പിടിക്കാനായിട്ട് അവിടെ നിന്നാ മതി. കൂടുതൽ അഭിപ്രായമൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഓ, പറയുന്നില്ലേ? സ്വാമിക്ക് പോലീസിനെ എന്നല്ല ഒന്നിനും പേടിയില്ല മാഡം. അതാണല്ലോ സ്വാമി ഒറ്റയ്ക്ക് ജീവിക്കുന്ന, ഇരുട്ടിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന. സ്വാമിയെ തേടി വന്ന ശത്രുവാരാണെന്ന് സ്വാമി കണ്ടെത്തിക്കോളാം. കിട്ടിയത് ഒന്നിനു പകരം 10 തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഓ, സ്വാമി ഇമോഷണൽ ആവണ്ട. പോലീസിലൊരു പരാതി കൊടുത്തിടുന്നത് നല്ലതാ. അതിപ്പോ സംഭവം നടന്നിട്ട് 1-2 ദിവസമായില്ലേ നിരഞ്ജൻ? ആ മുറിവ് ഉണങ്ങി കാണും. അല്ല, മുറിവുണ്ടെങ്കി എന്റെ പൊന്ന് മാഡം, മുറിവൊക്കെ ഉണ്ട്. മാഡത്തിന് വേണമെങ്കിൽ പരിശോധിക്കാം. സ്വാമി മിണ്ടാതിരിക്കേ. തലയ്ക്ക് വെളിവില്ലാത്തവർ പറയുന്നതിനും സ്വാമി മറുപടി പറയാൻ നിൽക്കണ്ട. ആഹാ, ഭ്രാന്ത് പിടിച്ച് കൊലക്കത്തിയുമായിട്ട് ഓടി നടക്കുന്നത് ആരാന്ന് ഉടനറിയാം. അല്ല, 2 ദിവസം വൈകിയാലും പോലീസിൽ പരാതി രജിസ്റ്റർ ചെയ്തിടുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയും സ്വാമി ഒറ്റയ്ക്ക് തന്നെയല്ലേ അവിടെ താമസിക്കുന്നത്? പരാതി കൊടുത്താൽ രാത്രി ബീറ്റ് പോലീസിന്റെ ഒരു നോട്ടവും അവിടെ ഉണ്ടാവും. പിന്നെ സംഭവം നടന്ന ദിവസം ആ ഭാഗത്തുള്ള CCTV ഫുട്ടേജുകൾ അവർ നോക്കുകയും ചെയ്യും. ഓ, അതൊന്നും വേണ്ടെന്ന്. ഇതൊരു ആഗോള പ്രശ്നമൊന്നാക്കി മാറ്റണ്ട. കൊണ്ട് സ്വാമിക്കല്ല. ഇനി അതിന്റെ പേരിൽ പോലീസും പുക്കാറൊക്കെ എന്തിനാ? ഇനി ഞാൻ സൂക്ഷിച്ചോളാം. ഒരു കഷ്ണം പച്ചിരുമ്പ് കയ്യിൽ വയ്ക്കാൻ സ്വാമിക്കും അറിയാം. അപ്പൊ ശത്രു ഇനിയും തേടി വരുമെന്ന് സ്വാമിയേട്ടന് ഉറപ്പല്ലേ? എന്നുവെച്ചാ ശത്രുവിനെ കുറിച്ചൊരു ഏകദേശ ധാരണ സ്വാമിയേട്ടൻ ഉണ്ടെന്നർത്ഥം. എന്നല്ല ഞാൻ പറഞ്ഞത്. തേടി വരേണ്ടത് തേടി വന്നല്ലേ പറ്റും. തേടി വരുന്നവർക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന് പിന്നിൽ കൃത്യമായ ഒരു കഥയുണ്ടാവും സ്വാമി. അത് കണ്ടുപിടിച്ചാൽ ശത്രു പകൽവെട്ടത്തിൽ കൺമുമ്പിൽ നിൽക്കും. എല്ലാവരും കൂടി ചോദ്യം ചോദിച്ച് സ്വാമി ഇങ്ങനെ ശ്വാസം മുട്ടിക്കണ്ട. സ്വാമിയോട് ചോദിച്ചതിന് ഡാഡിക്കാണല്ലോ ശ്വാസം മുട്ടിയത്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. സ്വാമിയല്ലേ ജീവവായു. സ്വാമിക്ക് പരാതി ഇല്ലെങ്കിൽ പരാതിയില്ല, തീർന്നു. അത്രേ ഉള്ളൂ കാര്യം. സ്വാമി പറഞ്ഞതുപോലെ ഇനി ഇതിന്റെ പേരിൽ ഒരു പോലീസ് കേസും അന്വേഷണവും. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് കേസ് ഇവിടെ ഉണ്ടല്ലോ. ഡാഡിക്കും ശിഷ്യനും കേസില്ലെങ്കിൽ പിന്നെ നമുക്കെന്ത് ചെയ്തും? നിങ്ങൾ വാ. നിരഞ്ജൻ, സർ, നാളെയല്ലേ നിങ്ങളുടെ താലികെട്ടി ചടങ്ങ്? മുതുകല്യാണം. അതിന് നിന്റെ കല്യാണം അല്ലല്ലോ നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും ചടങ്ങുകൾ? ഒന്നുമില്ല സർ. അമ്പലത്തിൽ വെച്ച് അക്ഷരയുടെ ആഗ്രഹം പോലെ ഒരു താലി ചാർത്തൽ. ഞാൻ സാറിനോട് പറഞ്ഞിരുന്നല്ലോ. വെറുതെ ഒരു ചടങ്ങ്. ഓരോ ആഗ്രഹങ്ങളിലെ ഓരോരുത്തർക്കും നടക്കട്ടെ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരുക്കങ്ങൾ? ഒന്നുമില്ല സർ. വൈകിട്ട് ഞാനും അക്ഷരയും ഒന്ന് പുറത്തു പോകുന്നു, അത്രേ ഉള്ളൂ. സിദ്ധു, എനിക്ക് കേട്ടിട്ട് വല്ലാതെ സങ്കടം തോന്നുക. ഞാൻ ദേവികയെ സങ്കടപ്പെടുത്താൻ വേണ്ടിയോ ദേവികയുടെ സഹതാപത്തിന് വേണ്ടിയോ വിളിച്ചതല്ല. അച്ഛന്റെ അവസ്ഥ പറഞ്ഞതാ. സംഭവിച്ചതും പറഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്ക് അച്ഛനൊന്ന് കാണണമെന്നുണ്ട് സിദ്ധു. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞ്? ഏയ്, അത്രയും വലിയ സാഹസത്തെക്കുറിച്ചൊന്നും
അദ്ദേഹത്തിന്റെ മകളുടെ സ്ഥാനത്ത് നിന്നാവണം. സിദ്ധു, മകനെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരച്ഛനാ. അങ്ങനെ വയ്യാതായ ഒരാളാ. അതിർത്തിയിലെ യുദ്ധങ്ങളിൽ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്വന്തം വീട്ടിലെ ആഭ്യന്തര കലാപത്തിൽ അദ്ദേഹം നിസ്സഹായനാ. ദേവികയുടെ ഒരൊറ്റ സമ്മതമുള്ളിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എല്ലായിടത്തും. പക്ഷേ ദേവിക പറയത്തില്ല. എന്തോ പിടിവാശി പോലെ ഓരോരോ തൊട്ടുന്യായങ്ങൾ പറഞ്ഞു നിൽക്കുക. സാരമില്ല, നാളെ ഞാൻ മരിച്ചാലും എൻ്റെ അച്ഛൻ മരിച്ചാലും അടുത്തോ അകലെയോ നിന്ന് മൗനമായിട്ടൊരു സോറി പറഞ്ഞാൽ മതി. ഉള്ളിലെ തീ നമുക്ക് സ്വയം ഊതി അണയ്ക്കാൻ അതൊക്കെ ധാരാളമാ. സിദ്ധു, ഹലോ ഹലോ. എന്താ മോളെ? അച്ഛാ, സിദ്ധുവും സിദ്ധാർത്ഥനായിരുന്നു അച്ഛാ. എന്താ മോളെ? എന്താ മോടെ മുഖം വല്ലാതിരിക്കുന്നേ? അല്ല, സിദ്ധുവിന്റെ അച്ഛന് എന്തു പറ്റി? പട്ടാളം വേണ്ടി തീർന്നു? നിത്യ, അങ്ങനൊന്നും സംസാരിക്കരുത് കേട്ടോ. പിന്നെ ഞാനെങ്ങനെ സംസാരിക്കണം നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്? ഉണ്ടാരടി. എന്താ മോളെ സിദ്ധുവിന്റെ അച്ഛനെ പറ്റിയേ? അച്ഛന് എന്തോ ഒരു വയ്യായിക വന്നു. ഡോക്ടർ വീട്ടിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞു. അയ്യോ, എന്നിട്ട്? കൂടുതലൊന്നും സിദ്ധു പറഞ്ഞില്ല. സിദ്ധുവിന്റെ കല്യാണക്കാര്യങ്ങൾ ഓർത്തുള്ള ടെൻഷനാണെന്ന്. എന്ന് വെച്ചാ ആ ടെൻഷന്റെ മൂലഹേതു നിങ്ങള്. നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ അവിടെ മുനികുമാരൻ ഒറ്റക്കാലില് തപസ് ചെയ്യുന്ന. അത് നിനക്കെന്നാടി? നീ ഇവിടെ ഒരു കാട്ടാളിന് വേണ്ടി തപസിരിക്കുന്നില്ലേ? ഞാനൊന്ന് വിളിക്കണം മോളെ സാറിനെ. ആ, അത് വേണ്ട അച്ഛാ. ചിലപ്പോ അത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ലെങ്കിലോ. അല്ല, ഇപ്പോ വയ്യാതായി എന്നൊക്കെ നമ്മൾ ഇത്ര പെട്ടെന്ന് എങ്ങനെ അറിഞ്ഞു എന്ന് ഓർത്താലോ. എന്ന് വെച്ചാ നിങ്ങളും ആ വവ്വാലും അല്ല ആ വക്കീലും തമ്മിലുള്ള ഹോട്ട്ലൈൻ കമ്മ്യൂണിക്കേഷൻ അവിടെ ആർക്കും അറിയാത്തതല്ലേ. ഞാൻ എന്തായാലും സിന്ദഗി ഒന്ന് വിളിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ കൊള്ളാം. കാലന്റെ ഫ്രാഞ്ചൈസി ഓടി നടന്ന് ഉയരെടുക്കുന്നുണ്ടല്ലോ. ആ, അച്ഛന് നെഞ്ചുവേനയൊന്നും വരുന്നില്ല അച്ഛാ? സൂക്ഷിച്ചോ, ഇവരടുത്ത് നിന്നാലേ അപകടമാ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇപ്പൊ സപ്പോർട്ട് ചെയ്തോ. പക്ഷേ അവസാന സമയം തുളസിയിൽ ഇന്ന് വെള്ളം ഇറ്റിച്ച് തരാൻ വേണ്ടിട്ടേ ഈ ഞാൻ മാത്രമേ കാണൂ. അതോർത്താ നല്ലത്. മോളെന്തിനാ അവള് പറയുന്ന കാര്യമായിട്ട് എടുക്കുന്നേ? പക്ഷേ എന്താ കഴിയുമെങ്കിൽ മോള് സിദ്ധുവിന്റെ അച്ഛനെ ഒന്ന് വിളിക്കണം. ഒരു ബന്ധത്തിന്റെ പേരിലല്ല, വെറുതെ. കാരണം മോളോട് ആ മനുഷ്യന് ഇഷ്ടം മാത്രമേ ഉള്ളൂ, കടപ്പാട് മാത്രമേ ഉള്ളൂ. നമ്മളോട് പറഞ്ഞില്ലെങ്കിലും ചില മനസ്സുകൾ ചിലത് ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതാ.